നമസ്കാരം. ട്രൂ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആയിസ് അജിയുടെ സംഘത്തിലുള്ളത് കൊടും കുറ്റവാളികൾ. വാഹനമോഷണം മുതൽ കൊട്ടേഷൻ ഇടപാടുകൾ വരെ സംഘം നടത്തിയിരുന്നതായി പോലീസ്. മദ്യപിച്ച ശേഷം അടിപിടി ഉണ്ടാക്കി പിടിച്ചുപറി നടത്തി പണവും ആഭരണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച് കടന്നുകളയുന്നത് പതിവാക്കിയ സംഘത്തിലെ എല്ലാ പ്രതികളും പോലീസ് പിടിയിൽ. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുമായി മുണ്ടാർ നിവാസികൾ കരതേടിയെത്തി. ഉദ്ഘാടനത്തിന്റെ 1ാം വാർഷികം എത്തും മുമ്പേ കനത്ത മഴയിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു. വാർത്തകൾ വിശദമായി. ആയിസ് അജിയുടെ സംഘത്തിലുള്ളത് കൊടും കുറ്റവാളികൾ. വാഹനമോഷണം മുതൽ കൊട്ടേഷൻ ഇടപാടുകൾ വരെ സംഘം നടത്തിയിരുന്നതായി പോലീസ്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സംഘാംഗങ്ങൾ ഉൾപ്പെടെ ആയിസ് അജിയുടെ നേതൃത്വത്തിൽ നടന്ന നിരവധി കേസുകളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അടുത്ത കാലത്തുണ്ടായ നിരവധി ബാങ്ക് മോഷണങ്ങളിലും മോഷണ ശ്രമങ്ങളിലും ആയിസ് അജിക്കും സംഘത്തിനും ബന്ധമുണ്ടെന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി ബിജു കെ സ്റ്റെഫൻ പറഞ്ഞു. ഈ സംഭവം നടന്ന ദിവസം നൈറ്റ് പെട്രോളിംഗിന് പോലീസ് ഉണ്ടായിരുന്നു. അവർ ഈ വണ്ടി കണ്ടിട്ട് 2002 ആയിസ് അജിക്കൊപ്പം ഗാന്ധിനഗറിലെ ടാക്സി ഡ്രൈവർ ഷിബുവിന്റെ കൈവെട്ടി നീക്കിയ കേസിൽ കോടതി 7 വർഷത്തേക്ക് ശിക്ഷിച്ച സുനിൽ അപ്പീൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് എണ്ണമറ്റ വൻകിട മോഷണങ്ങളും കൊട്ടേഷനും നടത്തിയത്. 1.5 വർഷം മുമ്പ് പാലക്കാട് മാൻകൊമ്പുകൾ മോഷ്ടിച്ച് കടത്തുമ്പോൾ വനം വകുപ്പ് ഇയാളെ പിടികൂടി കേസെടുത്തിരുന്നതായും പോലീസ് പറഞ്ഞു. എറണാകുളം ജില്ലയുടെ റൂറൽ ഏരിയയിൽ മാത്രം ഇതേ സംഘത്തിന്റെ പേരിൽ 1 ഡസനിലേറെ കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു. പാലാ തൊടുപുഴ മേഖലകളിലായി 4 ബൈക്കിലെത്തി നടന്നു പോവുകയായിരുന്ന സ്ത്രീകളുടെ മാലകൾ പൊട്ടിച്ചെടുത്ത കേസുകളിലെ പ്രതിയാണ് കുറുപ്പന്തറ സ്വദേശി പ്രിൻസ് എന്നും കരിങ്കുന്നത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറെ വെട്ടിവീഴ്ത്തിയ ശേഷം 25,000 രൂപ കവർന്ന കേസിൽ ഇയാൾ വിചാരണ നേരിടുകയാണെന്നും പോലീസ് പറഞ്ഞു. ഫെബ്രുവരി 16 ഇരവിമംഗലം കാരക്കാട് സിറിയക്കിന്റെ മാൻവെട്ടത്തെ റബ്ബർ കടയിൽ കുത്തിത്തുറന്ന് 500 കിലോ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചതും കളത്തൂരിന് സമീപം കാളികാവിൽ ഉടമയുടെ വീടിന് മുന്നിൽ പ്രവർത്തിക്കുന്ന മാതാ റബേഴ്സിൽ നിന്നും കോട്ടയത്തേക്ക് പിറ്റേ ദിവസം കയറ്റിവിടുന്നതിനായി ലോറിയിൽ കയറ്റിയ ശേഷം പടുതാവ് ഉപയോഗിച്ച് മൂടിയിരുന്ന ലോഡഴിച്ച് 1000 കിലോ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചതും ഇതേ സംഘം തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മോഷ്ടിച്ച റബ്ബർ ഷീറ്റിന്റെ ബണ്ടിലുകളുടെ കവറിങ്ങിനായി ഉപയോഗിച്ച ഷീറ്റുകളിൽ മാർക്കിംഗ് ഉണ്ടായിരുന്നതിനാൽ ഈ ഷീറ്റുകൾ അഴിച്ചെടുത്ത് മാഞ്ഞൂർ കുഴിയാഞ്ചൽ തോട്ടിൽ പ്രതികൾ ഒഴുക്കുകയായിരുന്നു. തോട്ടിലൂടെ ഒഴുകി നടന്ന ഈ ഷീറ്റുകൾ പിറ്റേന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഏപ്രിൽ 23 പാമ്പാടി ചാത്തങ്കുന്നിൽ ബിജുവിന്റെ റബ്ബർ കട കുത്തിത്തുറന്ന് 500 കിലോ റബ്ബർ ഷീറ്റും 250 കിലോ ഒട്ടുമാലും ഇതേ സംഘം തന്നെ മോഷ്ടിച്ചിരുന്നു. 3 മാസം മുമ്പ് കുറുപ്പന്തറയിലെ റെയിൽവേ ഗേറ്റിന് സമീപം പ്രിൻസിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന സാമുവിലിന്റെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ചന്ദനമരം രാത്രിയിൽ മുറിച്ചു കടത്തിയതും ഇതേ സംഘം തന്നെയാണ്. പെരുവേലെ മോഷണത്തിനായി വരുമ്പോൾ ഇലഞ്ഞി ടൗണിൽ പ്രവർത്തിക്കുന്ന മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്നു. 75 കിലോ ജാതി പത്രിക മാത്രമാണ് ഇവിടെ നിന്നും സംഘത്തിന് മോഷ്ടിക്കാനായത്. ഉദ്ദേശിച്ചത്ര സാധനം കിട്ടാതിരുന്നതിനാലാണ് സംഘം പിന്നീട് പല സ്ഥലങ്ങളിലും തിരിഞ്ഞ ശേഷം പെരുവേലെത്തി മോഷണം നടത്തിയത്. പെരുവേലെ മോഷണത്തിന് ശേഷം മടങ്ങുമ്പോൾ നൈറ്റ് പെട്രോളിംഗിലുണ്ടായിരുന്ന വെള്ളൂർ പോലീസ് മോഷണ സംഘത്തെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായിരുന്നില്ല. മദ്യപിച്ച ശേഷം അടിപിടി ഉണ്ടാക്കി പിടിച്ചുപറി നടത്തി പണവും ആഭരണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച് കടന്നുകളയുന്നത് പതിവാക്കിയ സംഘത്തിലെ എല്ലാ പ്രതികളും പോലീസ് പിടിയിൽ. ആദ്യം 3 പ്രതികളെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളനുസരിച്ചാണ് സംഘത്തിലെ മറ്റ് 4 പ്രതികളെയും കടുത്തുരുത്തി SI KK ജനയേന്ദ്രൻ പിടികൂടിയത്. കല്ലറ അകത്താന്തറ കാറുകണ്ടത്തിൽ സുജിത്ത് 28 വയസ്സ്, ആപ്പുഴ ലക്ഷം വീട് കോളനിയിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന 27 വയസ്സുകാരൻ ശരത് ബാബു, ലക്ഷം വീട് കോളനിയിലെ തന്നെ താമസക്കാരനായ താമരശ്ശേരിയിൽ സുധ എന്ന് വിളിക്കുന്ന 32 വയസ്സുകാരൻ നിബിൻ ദാസ്, കബിക്കാട് ചിറപ്പാടം പുത്തൻചിറയിൽ മണിയപ്പൻ എന്ന് വിളിക്കുന്ന 31കാരൻ സജി എന്നിവരാണ് പിടിയിലായതെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കടുത്തുരുത്തി CI V രാജീവ് പറഞ്ഞു. നിരവധി കേസുകളിലെ പ്രതികളും ഗുണ്ട സംഘങ്ങളുമായിട്ടുള്ള 7 പേരെയാണ് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ റോബറി കേസിലേക്ക് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 പേരെ കഴിഞ്ഞ 1 മാസം മുന്നേ, ബാക്കി 4 പേരെ ഇന്നലെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ചെയ്തത് കുറുപ്പന്തറ വർഷ ബാറിന് മുന്നിൽ വെച്ച് മാഞ്ഞൂർ സ്വദേശിയായിട്ടുള്ള വിനീത് എന്ന ആളെ അടിച്ച് പരിക്കേൽപ്പിച്ച് അയാളെ കൈയൊടിക്കുകയും അയാളുടെ കഴുത്തിൽ കിടന്ന 1.5 പവൻ തൂക്കം വരുന്ന മാല കവർച്ച ചെയ്യുകയും
അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും 500 രൂപയും പിടിച്ചു പറിക്കുകയും ചെയ്യുന്നതാണ്. പ്രതികളെ തെളിവെടുപ്പിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കോടുകൂടി കോടതിയിൽ ഹാജരാക്കുന്നു. ആദ്യത്തെ 2 പേരെയും ആപ്പുഴയിൽ നിന്നും മറ്റു 2 പേരെ കല്ലറയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിലെ 1-ാം പ്രതിയായ കല്ലറ മുണ്ടാർ പാറയിൽ 26 വയസ്സുകാരൻ ശ്രീജിത്ത്, ഇയാളുടെ സഹോദരനും 2-ാം പ്രതിയുമായ 24 വയസ്സുകാരൻ ശ്രീകാന്ത്, 3-ാം പ്രതി ആയാങ്കുടി സ്വദേശി കാട്ടു എന്ന് വിളിക്കുന്ന 30 വയസ്സുകാരൻ സുനീഷ് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. ചേർത്തലയിലെ ഭാര്യ വീട്ടിൽ നിന്നാണ് SI MS ഷാജഹാൻ 1-ാം പ്രതി ശ്രീജിത്തിനെ പിടികൂടിയത്. ശ്രീജിത്ത് പിടിയിലായതിനെ തുടർന്ന് ശ്രീകാന്ത് വൈക്കം കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. 2012 ജൂൺ 16 കുറുപ്പന്തറയിലെ വർഷ ഹോട്ടലിൽ വെച്ചുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രതികൾ പിടിയിലായത്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുമായി മുണ്ടാർ നിവാസികൾ കരതേടിയെത്തി. വെള്ളത്തെ പേടിച്ച് കരതേടിയെത്തിയ ജനങ്ങളെ മോൻസ് ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. കനത്ത മഴയിൽ കല്ലറ മുണ്ടാർ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ ജീവിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാതായതോടെ ജനങ്ങൾ വളർത്തുമൃഗങ്ങളുമായി കരപ്രദേശം തേടിയെത്തിയത്. കാലവർഷക്കെടുതി മൂലം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ താമസക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. വെള്ളക്കെട്ടിനെ പേടിച്ച് കരപ്രദേശം തേടിയെത്തിയ ജനങ്ങളുടെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുവാനാണ് മോൻസ് ജോസഫ് MLA വിവിധ സ്ഥലങ്ങൾ സന്ദർശനം നടത്തിയത്. വെള്ളം കയറിയതിനാൽ കന്നുകാലികളെ വളർത്താൻ മറ്റു മാർഗങ്ങളില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ തീറ്റ കൊടുക്കാൻ പോലും അടുത്ത് തീറ്റ കൊടുക്കാൻ പോലും എല്ലാം വെള്ളം മുങ്ങിക്കിടക്കുക, തീറ്റ കൊടുക്കാൻ പോലും ഒന്നുമില്ല. ഞങ്ങൾ വഴി കെട്ടിയിട്ടേക്കാണ് അതും ഇതൊക്കെ ചെത്തിപ്പറിച്ച് കൊടുക്കുന്നത്. ഈ വെള്ളപ്പൊക്ക കാരണം പശുവിന് തൊഴുത്തിലൊക്കെ വെള്ളം കയറി പെരക്കാത്തും വെള്ളം കയറി ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളിപ്പോൾ വഴിയിലാണ് പശുവിനെ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. എഴുമാന്തുരുത്ത്, പുലിത്തുരുത്ത്, കബിക്കാട്, കല്ലുപുര തുടങ്ങിയ പ്രദേശങ്ങളിലെത്തി നാട്ടുകാരും സ്ഥലവാസികളുമായി ജനപ്രതിനിധികൾ സംസാരിച്ചു. കനത്ത മഴയ്ക്ക് ശാന്തതയുണ്ടായതിനെ തുടർന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാൻ ഏത് സമയത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുവാൻ സത്വര നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി MLA അറിയിച്ചു. മുണ്ടാർ പ്രദേശത്തെ വെള്ളം ഉയർന്നെങ്കിലും മോഷണം ഭയന്ന് തട്ടിട്ട് സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കാനാണ് ജനങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ വെള്ളത്തിലായ താമസ സ്ഥലത്ത് നിന്നും കന്നുകാലികളെയും ആടുമാടുകളെയും കല്ലുപുര ഭാഗത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. എഴുമാന്തുരുത്ത്, കബിക്കാട് പ്രദേശങ്ങളിലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് പശുക്കളെയും ആടുകളെയും സംരക്ഷിക്കുന്നത്. വെള്ളം കയറിയതിനെ തുടർന്ന് കന്നുകാലികൾക്ക് തീറ്റ ഇല്ലാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളം കയറിയത് കൊണ്ട് ഞങ്ങൾക്ക് പശുവിനെ വളർത്താൻ ഒരു നിവൃത്തിയില്ല. പുല്ലിനാണ് ക്ഷാമമാണ്. പിന്നെ ഒരുപാട് ദൂരം പോകണം പുല്ലിന്. ഇവിടെ അടുത്തെങ്ങും പുല്ലില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പശു വളർത്താനായിട്ട്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ കന്നുകാലികൾക്ക് സൗജന്യമായി കാലിത്തീറ്റ ലഭ്യമാക്കുവാൻ മുൻ വർഷങ്ങളിലേതുപോലെ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. ഇക്കാര്യം മന്ത്രി KC ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് MLA അറിയിച്ചു. വെള്ളപ്പൊക്കക്കെടുതി നേരിടുന്ന സ്ഥലങ്ങൾ റവന്യൂ, ആരോഗ്യവകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ ശ്രദ്ധിച്ച് ആവശ്യമായ സഹായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റീഫൻ പനങ്ങാല, VS ശശികുമാർ, ക്ഷീരകർഷക സമിതി ഭാരവാഹികളായ K സോമൻ, വേണു കല്ലറ, KB ഭാസ്കരൻ, സൈമൺ കബിക്കാട്, അനീഷ് മുട്ടിച്ചിറ തുടങ്ങിയവരും സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സെന്റ് ജോസഫ് ഫർണിച്ചർ, കോതനല്ലൂർ സൗത്ത് ജംഗ്ഷൻ. 4 നിലകളിൽ 8000-ലേറെ സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഫർണിച്ചർ ഷോറൂം. തടി കൊണ്ടുള്ള അലമാരകൾ, കട്ടിലുകൾ, ഡൈനിങ് ടേബിളുകൾ, ഡൈനിങ് ചെയറുകൾ, ഈസി ചെയറുകൾ, സെറ്റുകൾ തുടങ്ങിയ എല്ലാവിധ ഫർണിച്ചറുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വിൽക്കപ്പെടുന്നു. സ്റ്റീൽ അലമാരകൾ, കസേരകൾ, സുവാരി, ഗ്ലോബ് സ്റ്റാർ എന്നീ അംഗീകൃത കമ്പനികളുടെ ലെതർ, റെക്സിൻ, സോഫ സെറ്റുകൾ 5 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ വാങ്ങാനുള്ള സൗകര്യം. പെപ്സ്, സുൾഫെക്സ്, കുർലോൺ, റെപ്കോ തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം. സെന്റ് ജോസഫ് ഫർണിച്ചർ, കോതനല്ലൂർ സൗത്ത് ജംഗ്ഷൻ. ഫോൺ 8281617698 9447355614. JCB, ഹിറ്റാച്ചി, ടിപ്പർ, ഷിഫ്റ്റിംഗ് വെഹിക്കിൾ തുടങ്ങി എല്ലാവിധ വാഹന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹിറ്റാച്ചി കൊണ്ടുപോകുന്നതിനുള്ള വാഹനവും കരിങ്കല്ല് പൊട്ടിക്കുന്നതിനുള്ള ബ്രേക്കറും കൂടാതെ എല്ലാവിധ എർത്ത് വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ല്, മെറ്റൽ, ഇഷ്ടിക, വെട്ടുകല്ല്, മണൽ, മെറ്റൽ പൊടി തുടങ്ങിയവ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്നു. ജാക്കി അടിച്ച് കരിങ്കല്ല് പൊട്ടിച്ചു കൊടുക്കുന്നു. കൂടാതെ കുടിവെള്ളം തലത്ത് എത്തിച്ചു നൽകുന്നു. മണ്ണ് ഫില്ലിങ്ങും സ്ഥലം ലെവലിങ്ങും ഉൾപ്പെടെ എല്ലാവിധ വർക്കുകൾക്കും ചെരുവൻകാലായിൽ എർത്ത് മൂവേഴ്സ്, കുറുപ്പന്തറ.
ഫോൺ 9447042818 9645841646 9468591177. മിശിഹ. നിറമേഴും ചാലിച്ചൊരായിരം വർണ്ണത്തിൽ ഞാൻ കണ്ട സ്വപ്നമൊന്നരികിലെത്തി. ഈ വർണ്ണ സ്വപ്നങ്ങൾ അണിയിച്ചൊരുക്കുവാൻ ഇഴപാകി മിഴിവേഗീതാരു നൽകി. നഗരത്തിന്റെ കാപട്യമില്ലാതെ ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു വസ്ത്രവിസ്മയം. കുര്യൻസ് ഫാഷൻ വെയർ, പ്രാവട്ടം ജംഗ്ഷൻ, നീണ്ടൂർ, കോട്ടയം. ഉവേസ് കളത്തൂർ അത്യാധുനിക യന്ത്ര സംവിധാനത്താൽ വളരെ സൂക്ഷ്മമായും കൃത്യമായും കരിങ്കൽ സംബന്ധമായ എല്ലാ ജോലികളും ചെയ്തു കൊടുക്കുന്നു. ചീങ്കൽപ്പാറ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ പൊടിച്ചു കൊടുക്കുന്നു. കൂടാതെ LNT, JCB, കംപ്രസർ, ടിപ്പർ, ഹിറ്റാച്ചി എന്നിവയുടെ സേവനവും ലഭ്യമാണ്. സെന്റ് മേരീസ് എർത്ത് മൂവേഴ്സ്, കളത്തൂർ, കുറവിലങ്ങാട്. ഫോൺ 04822230066. മൊബൈൽ 9447367540 9645451660. സെന്റ് മേരീസ് എർത്ത് മൂവേഴ്സ്, the power of faith. വാർത്തകൾ തുടരുന്നു. ഉദ്ഘാടനത്തിന്റെ 1ാം വാർഷികം എത്തും മുമ്പേ കനത്ത മഴയിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു. ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ പേരെടുത്ത ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് ചോർന്നൊലിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 7 ലക്ഷത്തോളം രൂപ മുടക്കി പുനർനിർമ്മിച്ച പോലീസ് സ്റ്റേഷന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് 1 വർഷം ആകുന്നതേയുള്ളൂ. മഴയിൽ സ്റ്റേഷനിൽ വെള്ളം നിറയുന്നതിനാൽ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ വലയുകയാണെന്ന് SI KK ജനചന്ദ്രൻ പറയുന്നു. അതായത് ഒരു 8 ലക്ഷം രൂപയോളം ഗവൺമെന്റിൽ നിന്ന് അനുവദിച്ച ആ തുക കൊണ്ടാണ് ഇതിന്റെ മെയിൻ്റനൻസ് നടത്തിയത്. ഈ സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്ക് മുറി ശരിയാക്കിയതൊക്കെ 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ മഴയത്ത് വെള്ളം ഒരു തുള്ളി പോലും വെളിയിൽ പോകാതെ ഇതിനകത്തേക്ക് വീഴുന്ന സംവിധാനമുള്ള ഈ മുറിയിൽ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. വെളിയിലാണെങ്കിലും ബൈക്ക് വയ്ക്കാനും പൊതുജനങ്ങളെ വയ്ക്കാനുള്ള സ്ഥലത്ത് എല്ലാം വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അത് പല പ്രാവശ്യം കരാറുകാരോട് പറഞ്ഞിട്ടും അയാൾ ചെയ്തില്ല. ഞങ്ങളിത് ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മേലധികാരികളെ എല്ലാം ഇതുവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുറിക്കകത്ത് ഒരു ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മേൽക്കൂര ചോർന്ന് മുറിക്കുള്ളിൽ വീഴുന്ന വെള്ളം കെട്ടിക്കിടക്കുകയാണ്. സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്കായി ഉപയോഗിച്ചിരിക്കുന്ന മുറിയിൽ കനത്ത മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പോലീസുകാർ താൽക്കാലികമായി ഈ മുറി ഉപേക്ഷിച്ചിരിക്കുകയാണ്. മഴവെള്ളം വീണ് മുറിയിലെ മേശകളും കസേരകളും നനഞ്ഞു നശിച്ചു. മുറിയിലെ സീലിംഗ് ഏത് നിമിഷവും തകർന്നു വീഴുന്ന നിലയിലാണ്. 2012 ജൂലൈയിലാണ് പൊതുമരാമത്ത് ഫണ്ടിൽ നിന്നും 7 ലക്ഷത്തോളം രൂപ മുടക്കി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ആധുനികവൽക്കരിച്ചത്. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മുമ്പ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുന്നിൽ വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷീറ്റിട്ടിരുന്ന ഭാഗം പൊളിച്ചു നീക്കുകയും ഇവിടെ ആധുനിക രീതിയിലുള്ള ഷീറ്റിട്ട് മോടി പിടിപ്പിക്കുകയും ചെയ്തു. പൊളിച്ചു നീക്കിയ ഷീറ്റ് ഉപയോഗിച്ച് സ്റ്റേഷനിലെ പൊട്ടിയ മേൽക്കൂര മാറ്റിയിടണമെന്ന് കരാറുകാരനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഇത് ചെയ്യാതെ കരാറുകാരൻ മടങ്ങി. ഈ ഷീറ്റുകൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് അതും കാണാതായി. കരാറുകാരൻ തന്നെയാണ് ഷീറ്റുകൾ കൊണ്ടുപോയതെന്ന് പോലീസുകാർ പറയുന്നത്. മേൽക്കൂരയിലെ ഷീറ്റ് മാറ്റിയിട്ടാൽ ഇപ്പോഴുള്ള ചോർച്ച ഒഴിവാക്കാനാകും. സ്റ്റേഷന് മുമ്പിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നെഴുതി മനോഹരമായ ബോർഡ് സ്ഥാപിച്ചിരുന്നെങ്കിലും 6 മാസം തികയും മുമ്പ് ഈ ബോർഡ് നശിച്ചു. സംഘം പിടിയിലായത് മധ്യകേരളത്തിൽ സ്പിരിറ്റ് കടത്താനുള്ള തയ്യാറെടുപ്പിനിടെ. മധ്യകേരളത്തിൽ സ്പിരിറ്റ് കടത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരുമ്പോഴാണ് പ്രതികൾ പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. സ്പിരിറ്റ് കടത്തുന്നതിനായിട്ടാണ് പ്രതികൾ കോളീസ് വാനുകൾ മോഷ്ടിച്ചതെന്നും ഇതിനാവശ്യത്തിനായി അടുത്തിടെ പ്രതികൾ ടെമ്പോ ട്രാവലർ മോഷ്ടിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സംഘത്തിലെ മറ്റ് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്താലേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫൻ പറഞ്ഞു. ഇവരുടെ കണ്ടീഷൻ വണ്ടിയുടെ കണ്ടീഷൻ മോശം. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയുടെ കണ്ടീഷൻ മോശമാണ്. അതുകൊണ്ട് പുതിയ വണ്ടി ബദലായിട്ട് പോയി മോഷിച്ചാണ് കഴിഞ്ഞത്. സ്പിരിറ്റ് കടത്താൻ വേണ്ടി മോഷിച്ചത്.
ഈ ഇവരുടെ ജോബിയുടെ നേതൃത്വത്തിൽ ഒരു ടെമ്പോ ട്രാവലർ മോഷണം നടത്തിയിട്ട് നമുക്ക് ഇവരെ ചോദ്യം ചെയ്ത് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ജോബിയെ ചോദിച്ചാൽ കൊണ്ടുവരുന്നത്? ഇതെല്ലാം സ്പിരിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവന്മാരെല്ലാം അതിസാഹസികമായിട്ട് വാഹനം ഓടിക്കുന്നവരും പോലീസ് ചേസ് ചെയ്താൽ ഒരിക്കലും കിട്ടിയാലെന്നുള്ളതാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഇവർ ഈ പറയുന്ന ആളുകളെല്ലാം വളരെ സാഹസികമായിട്ട് കൊണ്ടുപിടിക്കുന്നവരാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു സിമ്മും 2 സിമ്മുകളും 2 ഫോണും ഇതിനു വേണ്ടി മാത്രം വാങ്ങി കള്ള അഡ്രസ്സിൽ സിമ്മുണ്ടാക്കി ഉപയോഗിച്ചു. കർണാടകത്തിലെ ഉൾപ്പെടെ വൻ സ്പിരിറ്റ് മാഫിയകളുമായി സജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്തിടെ രഹസ്യ ധാരണയിലെത്തിയിരുന്നതായി പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ അബ്കാരികളിൽ ചിലരുമായി സംഘം രഹസ്യ ധാരണ ഉണ്ടാക്കിയിരുന്നു. അതിസാഹസികമായി വാഹനം ഓടിക്കുന്നവരാണ് ഐ സജിയുടെ സംഘത്തിലുള്ളതെന്നും പിന്തുടർന്നാലും ഇവരെ പിടികൂടാൻ കഴിയാറില്ലെന്നും മുൻ അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഐ സജി നേരിട്ടാണ് മോഷണങ്ങൾക്കും കൊട്ടേഷനും നേതൃത്വം നൽകിയിരുന്നതെന്നും മോഷണ ആവശ്യങ്ങൾക്ക് മാത്രമായി 2 മൊബൈൽ ഫോണുകളും 2 സിം കാർഡുകളും സംഘം ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജവിലാസങ്ങൾ നൽകിയാണ് സിം കാർഡുകൾ തരപ്പെടുത്തിയത്. ഈ 2 നമ്പറുകളിലെയും കോളുകൾ പരിശോധിച്ചപ്പോൾ 2 നമ്പറുകൾ തമ്മിൽ മാത്രമാണ് കോളുകൾ നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതായും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിൽ ഒരു ഫോൺ ഐ സജിയുടെ കയ്യിലും മറ്റൊന്ന് സംഘത്തിലെ മറ്റാരുടെയെങ്കിലും കയ്യിലുമായിരിക്കും. ഓപ്പറേഷനുകളിൽ പലതിലും നേരിട്ട് പോകാറില്ലെങ്കിലും പ്ലാൻ ചെയ്യുന്നതും ഫോണിലൂടെ സംഘത്തെ നിയന്ത്രിക്കുന്നതും ഐ സജി നേരിട്ടായിരുന്നു. വൈക്കം ദുർവേലിക്കുന്നിലെ ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ഇൻപേഷ്യന്റ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഇൻപേഷ്യന്റ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. ഭാരതത്തിലെ ഋഷിമാര് ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവനയാണ് ആയുർവേദം എന്ന് പറയാം. രോഗചികിത്സ എന്നാൽ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് നമ്മൾ പണ്ടേ അറിഞ്ഞിട്ടുണ്ട്. മനസ്സിനെ ഒഴിവാക്കി ശരീരത്തിനെ മാത്രമായി ചികിത്സിക്കാനാവില്ല. മനസ്സിന് ശാന്തിയുണ്ടായാൽ സുഖമായി അസംതസ്യ പുരസ്സവം എന്നാണ് ഇതിൻ്റെ. വൈക്കം MLA കെ അജിത്ത് അധ്യക്ഷനായിരുന്നു. SNDP വൈക്കം യൂണിയൻ പ്രസിഡന്റ് ബിനേഷ് പ്ലാത്താനത്ത് സൗജന്യ ചികിത്സാ കാർഡുകൾ വിതരണം ചെയ്തു. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലത ബാലചന്ദ്രൻ, ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വിജിത് ശശിധരൻ, വൈക്കം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അലക്സ് പെരുമാലിൽ, ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ലാലൻ, പഞ്ചായത്ത് മെമ്പർമാരായ ബിൻസ്, ഷീബ ശിവദാസ്, പൈജു ഗുരുക്കൾ, ഡോക്ടർ വിദ്യാ വിജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈക്കത്തെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്നത് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഓരോ ചടങ്ങുകളിലും നൂറുകണക്കിന് സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ആവലാതികൾക്ക് പരിഹാരം കാണുന്നതിനും അവർ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും എല്ലാവിധ പ്രവർത്തനങ്ങളും ഡോക്ടർ ജനങ്ങൾ പ്രസംഗിക്കുന്നു. തീർച്ചയായും വൈദ്യത്തിൻ്റെ അഭിമാനകരമായ ഒരുപാട് സമ്പത്തുകളിൽ കൂട്ടി ചേർത്ത് വെക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ന് ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രം വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. വൈക്കം താലൂക്ക് തുറുവേലിക്കുന്നിൽ കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആയുർവേദത്തിന്റെ ശക്തിയേറിയതും ഫലപ്രദവുമായ ശുദ്ധീകരണ ചികിത്സാ കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പരിശോധനാ കർമ്മങ്ങളുടെ ശാസ്ത്രീയമായ ഉപയോഗത്തിലൂടെ മാരക രോഗങ്ങളെയും ചികിത്സിക്കുന്നത് ഡോക്ടർ വിജിത് ശ്രീധരന്റെ നേതൃത്വത്തിലാണ്. ജർമ്മനിയിലെ സേവാ ആയുർവേദ അക്കാദമിയിലെയും ഹോളണ്ടിലെ അക്കാദമിക് ഓഫ് ആയുർവേദിക് സ്റ്റഡീസിലെയും പ്രധാന അധ്യാപകരിൽ ഒരാളാണ് ഡോക്ടർ വിജിത് ശശിധരൻ. ആയുർവേദത്തിന്റെ രോഗനിവാരണ ശക്തിയെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കൂടി എത്തിക്കുക എന്ന ദൌത്യവുമായാണ് ശ്രീകൃഷ്ണ ഇൻപേഷ്യന്റ് വിഭാഗം ആരംഭിച്ചത്. രോഗിക്ക് വ്യക്തിഗത പരിചരണവും രോഗത്തിനും രോഗിക്കും അനുസൃതമായ ദിനചര്യ പരിശീലനം, സ്വന്തം ഔഷധശാലയിൽ നിർമ്മിച്ച് സിദ്ധഫലദായകങ്ങളും വീര്യമണുക്കളുമായ ആയുർവേദ ഔഷധങ്ങളുടെ ഉപയോഗം തുടങ്ങി നിരവധി ചികിത്സാ രീതികളും ഈ ആശുപത്രിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഐ സജിയുടെ സംഘത്തിലുള്ളത് കൊടും കുറ്റവാളികൾ. വാഹനമോഷണം മുതൽ കൊട്ടേഷൻ ഇടപാടുകൾ വരെ സംഘം നടത്തിയിരുന്നതായി പോലീസ്. മദ്യപിച്ച ശേഷം അടിപിടി ഉണ്ടാക്കി പിടിച്ചുപറി നടത്തി പണവും ആഭരണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച് കടന്നുകളയുന്നത് പതിവാക്കിയ സംഘത്തിലെ എല്ലാ പ്രതികളും പോലീസ് പിടിയിൽ. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുമായി മുണ്ടാർ നിവാസികൾ കരതേടിയെത്തി. ഉദ്ഘാടനത്തിന്റെ 1ാം വാർഷികം എത്തും മുമ്പേ കനത്ത മഴയിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു. ട്രൂമിഷൻ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.